ഒരു വ്യക്തി വിജയിച്ചു എന്ന് പറയണമെങ്കിൽ അയാൾ ചിന്തകൾ കൊണ്ടോ തന്റെ കൈകൾ കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ സാമീപ്യം കൊണ്ടോ മറ്റൊരാൾക്ക് സഹായകരമായി കെയർ ചെയ്തു ഗുണകരമായ പല കാര്യങ്ങൾക്കും നേതൃത്വം നൽകി എന്നുകൂടി പറയാൻ സാധിക്കുന്നു. നാം എല്ലാവരും അങ്ങനെയാണോ എന്നതായിരുന്നു ഇന്നലെ ധ്യാനിച്ചത്. അതെ, ഡു യു കെയർ? ആരോഗ്യം, സമ്പത്ത്, ജോലി, വസ്തുവകകൾ എന്നിവ ശ്രദ്ധയോടെ സംരക്ഷിക്കുന്ന നമ്മൾ ചുറ്റുമുള്ള മനുഷ്യരെ അതേ ശ്രദ്ധയോടെ പരിചരിക്കാറുണ്ടോ? ചിലർ സ്വന്തം കാര്യം മാത്രം നോക്കി ഐ ഡോണ്ട് കെയർ മനോഭാവമായി ജീവിക്കുന്നവരുമുണ്ട്. അവർ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാതെ ജീവിക്കുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞ് മൃതശരീരത്തോട് വലിയ ആദരവ് കാട്ടുന്നതിനേക്കാളും നല്ലത് ജീവിച്ചിരിക്കുമ്പോൾ അയാളോട് കാണിക്കുന്ന കരുതലാണ്. ഇത് എങ്ങനെ സാധ്യമാക്കാം? ഹൗ ടു കെയർ? അക്നോളജ് ദെയർ പ്രസൻസ്. പ്രായമുള്ള വ്യക്തികളാകട്ടെ, കുട്ടികളാകട്ടെ, മറ്റാരുമാകട്ടെ, അവരോടെല്ലാം നോട്ടം കൊണ്ടും സുഖാന്വേഷണങ്ങൾ കൊണ്ടും ഒരു ചെറു പുഞ്ചിരി കൊണ്ടും അവരുടെ സാന്നിധ്യം അംഗീകരിക്കുക. ലിസൺ ആക്റ്റീവ്ലി. നാം അവരെ കേൾക്കുന്നു എന്ന് അവർക്ക് അനുഭവപ്പെടത്തക്ക രീതിയിൽ ശ്രദ്ധാപൂർവം കേൾക്കുക. സപ്പോർട്ട് ദം. വിദ്യാർത്ഥികൾ, രോഗികൾ, പ്രായമായവർ ആരുമാകട്ടെ, അവർക്ക് ശാരീരികമായും വൈകാരികമായും സാമ്പത്തികമായും വേണ്ട സഹായം നൽകുക. ഗോ ദി എക്സ്ട്രാ മൈൽ. ഉദാഹരണമായി, ഗ്രഹണശേഷി കുറവുള്ള കുട്ടിക്ക് വേണ്ടി അധ്യാപിക കുറച്ച് സമയം എക്സ്ട്രാ ചെലവഴിക്കുക. പ്ലീസ് റിമെമ്പർ, നോബഡി കെയർസ് ഹൗ മച്ച് യു നോ അണ്ടിൽ ദേ നോ ഹൗ മച്ച് യു കെയർ. തിയോഡർ റൂസ്വെൽറ്റ്. ആർക്കെങ്കിലും എത്രമാത്രം അറിവുണ്ട് എന്നുള്ളതിലല്ല, അവർ മറ്റുള്ളവർക്ക് എത്രമാത്രം കരുതൽ നൽകുന്നു എന്നതിലാണ്. As you grow older, you will discover that you have two hands, one for helping yourself, the other for helping others. Maya Angelou.